ഈ ജഗദീഷ് ചേട്ടൻ ഇപ്പം വന്ന സിനിമയിൽ വന്ന കാലം തൊട്ട് ഞാൻ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഫിലിമോഗ്രഫി നോക്കുമ്പോൾ 2018, 19, 20 ഈ 3 വർഷത്തിൽ 20 സിനിമ ഒന്നും കണ്ടില്ല. 18, 19 ഓരോ സിനിമ. പക്ഷെ ബാക്കി എല്ലാ വർഷവും സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. അതിലെനിക്ക് തോന്നുന്നു 2023 എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ട ഒരു വർഷം തന്നെയാണ് അല്ലേ? ഇപ്പം നേരെ അവസാനം ഇറങ്ങി, അതിനു മുമ്പ് ഇറങ്ങി ഗരുഡൻ, ഫാലിമിയിൽ എനിക്ക് തോന്നുന്നത് എക്കാലത്തെയും നല്ലൊരു പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ പറഞ്ഞ 2.0, പക്ഷെ അതിലൊരു പുതുക്കം എങ്ങനെയാ അത്? അല്ല, ഒരു സ്വഭാവ നടൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനും ആ രീതിയിൽ മലയാള സിനിമയിൽ പിന്നെ രേഖപ്പെടുത്താനുമായിരുന്നു എനിക്ക്, രേഖപ്പെടുത്തണമെന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നില്ല, അല്പം ലേറ്റായി എന്നുള്ള സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കോമഡി വേഷങ്ങളാണ്. ഇപ്പൊ ഇന്നത്തെ കുട്ടിയും കണ്ടിട്ട് ഗോഡ് ഫാദർ കണ്ടിച്ചിരിക്കും, ഇന്നത്തെ കുട്ടികൾ കണ്ടിട്ട് ഇൻ ഹരിഹർ നിറച്ചിരിക്കും. അത്രയും സ്ട്രോങ് ഇംപ്രഷൻ ഉള്ളപ്പം സംവിധായകരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും സംശയം വന്നു. അത്രയൊക്കെ ചിരിപ്പിക്കുന്ന ഒരാളെ ഈ സീരിയസ് വേഷം കൊടുത്താൽ അത് റിസ്ക് എടുക്കില്ല. സിനിമയിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല സിനിമ. ആ കഥാപാത്രം എങ്ങനെയെങ്കിലും പാളിപ്പോയാൽ, എന്തെങ്കിലും കാരണവശാൽ പാളിപ്പോയാൽ അപ്പോൾ സംവിധായകരെ കുറ്റപ്പെടുത്തിയിട്ട് അറിയില്ല. എന്നെ കാസ്റ്റ് ചെയ്യാത്തതിൽ ഞാൻ സംവിധായകരെ കുറ്റപ്പെടുത്തില്ല. അവർക്ക് റിസ്ക് എടുക്കാനുള്ള, സിനിമയിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല, പരീക്ഷണങ്ങൾ അങ്ങനെ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമഡി ഇമേജ് കിടക്കുമ്പോൾ, പിന്നെ മാത്രമല്ല ഈ അച്ഛൻ്റെ റോൾ എന്നൊക്കെ പറയുമ്പോൾ പലരും പറഞ്ഞു അത് ആ അച്ഛൻ്റെ ഒരു മെച്യൂരിറ്റി ജഗദീഷിൻ്റെ മുഖത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നാൾ മാറ്റി നിർത്തി. അപ്പം അതിന് പരിഭവമൊന്നുമില്ല, അവർ റിസ്ക് എടുക്കില്ല, പരിഭവമില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ ഇന്നസെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെൻറ്റേട്ടാ എന്നെ അച്ഛനായിട്ട് ആരും എടുക്കുന്നത്, നിനക്ക് വല്ല പണിയുണ്ടടാ, നീ ഇപ്പോൾ ഉള്ള റോള് ചെയ്യുക, അച്ഛൻ എന്ന് വേണം ആകാം, നീ ധൈര്യമായിരിക്കും എന്ന് എന്നെ അഡ്വൈസ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നാളോടെ കണ്ടിരുന്നു. പിന്നെ ലീലയിൽ ഒരച്ഛൻ, അത് കലാപരമായി വലിയൊരു വിജയമായിരുന്നു സിനിമ. സാമ്പത്തികമായിട്ട് അത്ര വിജയമായില്ലെങ്കിൽ പോലും കലാപരമായിട്ട് വളരെ അച്ഛൻ്റെ ഷെയ്ഡ്സ് കൊണ്ട് ഒരു ക്രൂവൽറ്റി ഉണ്ട്, അച്ഛൻ്റെ ക്രൂവൽറ്റി ഉണ്ട്. ഇതുവരെ ഒരു വന്നിട്ടില്ലാത്ത ഒരു അച്ഛൻ, അത്ര ക്രൂവലായിട്ടുള്ള ഒരു അച്ഛനെ അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ചപ്പോൾ യുവ സംവിധായകർക്ക് ആ ഇമേജ് ബ്രേക്ക് ആയി എന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷം പിന്നെ അവർക്ക് ഒരു റോഷാക്ക് ഉൾപ്പെടെയുള്ള ഒരു പല വേഷങ്ങളിലും, MP സുകുമാരൻ നായർ സാറിൻ്റെ ജലാംശം തുടങ്ങി പല വേഷങ്ങൾ, റോഷാക്ക് ആയിക്കോട്ടെ, ഫാലിമി ആയിക്കോട്ടെ, ഗരുഡൻ ആയിക്കോട്ടെ, നേരായിക്കോട്ടെ, ഈ എബ്രഹാം മോസ്ലർ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് ഇമേജ് ബ്രേക്ക് ചെയ്യാൻ സംവിധായകരും കഥാകൃത്തുക്കളും തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അതൊരു പ്രേക്ഷകരെ സംബന്ധിച്ചൊരു നല്ല കാര്യം കൂടിയായി. കാരണം തീർച്ചയായും. പിന്നെ എനിക്കിതിനകത്ത് ഇപ്പം ഞാനിങ്ങനെ ഇത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനിങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നോക്കുമ്പം നന്നായി ഹ്യൂമർ ചെയ്യുന്ന ആൾ, അതായത് നന്നായി ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് മറ്റതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ട് പറ്റും. കാരണം ഹ്യൂമർ ചെയ്ത് വിജയിപ്പിക്കാനാണ് ഏറ്റവും ഭയങ്കര പാട്. ആൾക്കാരെ ചിരിപ്പിക്കണമല്ലോ. ഹ്യൂമർ ചെയ്ത്, കോമഡി ചെയ്ത് തിയേറ്ററിലിരുന്ന് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയുന്ന, നിരന്തരം ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടന് വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അഞ്ചാം പാതിരയിൽ ഇന്ദ്രൻ സേട്ടൻ വന്നത് റിപ്പറായിട്ടാണ്. ഇന്ദ്രൻ സേട്ടനൊക്കെ ഇവരൊക്കെ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത് ഇന്ദ്രൻ സേട്ടൻ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പറക്കുന്ന അത്രയും തിരക്കുള്ള കോമഡി നടനാണ്. ആ മനുഷ്യനാണ് ഇപ്പോൾ വന്നിരുന്നത് ഇങ്ങനെ ചെയ്യുന്നത്, ഞെട്ടിക്കുന്ന ഒരു സാധനം. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ നമ്മൾ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ, ജഗദീഷ് ചേട്ടൻ പണ്ട് ഗോഡ് ഫാദറിലൊക്കെ പറയുന്നത്, ഇപ്പോൾ സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പീക്കടിപ്പിച്ച മനുഷ്യൻ ആണ്ട് കിടക്കുന്ന ചട്ടിയും കലോ എന്ന് പറഞ്ഞാൽ നേരെ പോളാർ ഓപ്പോസിറ്റിലേക്കാണ്, എക്സ്ട്രീം ഓപ്പോസിറ്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണി ചെയ്തിട്ട് ഇവർ വരുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കും വിശ്വസിക്കുന്നത് ദിലീഷ് പോത്തൻ ആദ്യം കുറേ ചിരിപ്പിച്ചു നമ്മളെ. പോത്തൻ ഇപ്പം നേരെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം പിടിക്കുന്നുണ്ട്. സുരാജേട്ടൻ ചിരിപ്പിച്ചുകൊണ്ട് കിടന്ന ആളാണ്. അപ്പോൾ ഈ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു വന്മല എനിക്ക് തോന്നുന്നു അതാണ് സിനിമയിലെ ഏറ്റവും വലിയ പാട്. ആരെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരനെയും സംവിധായകനെയും നടീനടന്മാരും ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിരിച്ചിട്ട് ചളിയാവും, എടുത്തോണ്ട് പോടെ കൂന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞില്ല. ഇത് രണ്ടും ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം. നമ്മൾ കോമഡിയും ചെയ്തിട്ടുണ്ട്, സീരിയസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ആലോചിക്കുമ്പം അതൊരു രസമാണ്. നിങ്ങൾ അത്രയും ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഇമ്പോസിബിൾ ടാസ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഇവർക്ക് അനായാസമായിട്ട് സാധ്യമാവുന്നത്. മാത്രമല്ല ഇപ്പോഴും നമുക്ക് അടുത്ത് കോമഡി ചെയ്യാൻ താല്പര്യത്തോടെ ഇരിക്കുകയാണ്. ഇതിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കോമഡി വേഷമാണ് അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്.